ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കർത്താവിനെ ഓർക്കുവാനും ഓർമ്മയുടെ ശുശ്രൂഷ വീണ്ടും ഈ ഭൂമുഖത്ത് നിവർത്തിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവിധമായ സൗകര്യം ക്രമീകരിച്ച് തന്നു. ഒരുമിച്ച് ചേർന്ന് വന്ന് ആചരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം വചന ശുശ്രൂഷയുടെ മുൻപാകെയാണ് നാം ഇരിക്കുന്നത്. വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ ആയിരിക്കുക. ഒട്ടും ഒരു ലഘൂകരിച്ച് വചന ശുശ്രൂഷയെ കാണരുത്. ആരാണ് സംസാരിക്കുന്നത്, ആ വ്യക്തിയുടെ പശ്ചാത്തലം എന്താണ്, വ്യക്തിയുടെ പക്വത എന്താണ്, അതല്ല വിഷയം. ദൈവത്തിൻ്റെ ഇമ്പമായ സ്വരമാണ് നാം കേൾക്കുന്നത്. ആ ഭക്തിയോടു കൂടെയുള്ള ഭയത്തോടുകൂടെ ദൈവവചനത്തിന് മുൻപാകെ നാം ആയിരിക്കാം. ഈ മാസം എന്ന് പറയുന്നത് അത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മാസമാണ്. ഫിനാൻഷ്യൽ ഇയറിലെ അവസാന മാസം, മാർച്ച് മാസം. എൻ്റെ പിതാവ് ജോലിയിൽ PWDയിലായിരുന്നു. ജോലിയിലായിരിക്കുമ്പോഴെല്ലാം ഈ മാർച്ച് മാസത്തിൻ്റെ കാര്യം പറയും. അയ്യോ, മാർച്ച് മാസം എന്നോടൊന്നും പറയരുത് എന്ന്. ഒരു മാർച്ച് മാസം തന്നെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവസാന നാളുകൾ വളരെ പ്രയാസകരമായ ദിവസങ്ങളായിരുന്നു. ദൈവമക്കൾ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ നടത്തുന്നു. ഈ മാർച്ച് മാസം വരുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ ചെറിയ ചെറിയ ഭീതികളുണ്ട്. ബെൻസിയുടെ ഇളയ സിസ്റ്റർ കാരിത്താസ് എന്ന് പറയുന്ന ഒരു അന്തർദേശീയ തലത്തിലുള്ള വലിയൊരു സംഘടന, കാത്തലിക്സിൻ്റെ ഒരു മെയിൻ അവരുടെ ഇൻ്റർനാഷണൽ ഓഫീസാണ്. അവിടുത്തെ ഫിനാൻസ് ചീഫായിരുന്നു. എന്നാൽ അവരുടെയും വിദേശത്തു നിന്നുള്ള ഫണ്ട്സ് വരുന്ന കുറവായതിനാൽ ചിലരെ പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ പിരിച്ചുവിടുന്ന സമയത്ത് തലവന്മാരാണ് പിരിച്ചുവിടുന്നത്, അല്ലാതെ താഴെയുള്ളവരല്ല. താഴെത്തട്ടിലുള്ളവരെല്ലാവരും ജോലിയിൽ തന്നെ കാണും. എന്നാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിൽ 5-6 ഹെഡ് അവരെ പിരിച്ചുവിടുകയാണ്. അപ്പോൾ March 31 ഈസ് ദർ ലാസ്റ്റ് ഡേ വിത്ത് കാരിറ്റാസ്. ബെൻസിയുടെയും സ്കൂളിൻ്റെയും അവസാന ദിവസമാണ് March 31. അടുത്ത വർഷം സ്കൂൾ കാണുമോ ഇല്ലയോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സ്കൂളിൻ്റെ ബിൽഡിംഗ് കാണും. സ്കൂൾ കാണുമോ എന്നറിയത്തില്ല. ബിൽഡിംഗ് തീർച്ചയായിട്ടും കാണും, അതിലൊരു മാറ്റം വരുന്നില്ല. പിന്നെ മിഡിൽ ഈസ്റ്റിന് വല്ലതും ബോംബ് വന്ന് വീണാലേ ഉള്ളൂ മാറ്റം വരുന്നത്. എന്നാൽ സ്കൂളിൽ കുട്ടികൾ ഇനി മടങ്ങി വരുമോ, ആ സ്കൂൾ ഇനിയും ഫങ്ഷൻ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അതറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ കഴിഞ്ഞ January 1 മുതൽ തന്നെ ഞാൻ കഴിഞ്ഞ 10-18 വർഷമായിട്ട് വളരെ വിശ്വസ്തയോടുകൂടി പ്രവർത്തിച്ച ഒരു ശുശ്രൂഷയാണ് ഈ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഗിഡിയൻ ശുശ്രൂഷ. 2028 വരയ്ക്കും ആണ് അതിനുവേണ്ടി അതിൻ്റെ സൂപ്പർ ആനുവേഷൻ്റെ സമയമുള്ളത്. എന്നാൽ അതിന് മുൻപ് തന്നെ അതിനൊരു വിരാമം കുറിക്കണം എന്നുള്ളൊരു ഒരുക്കത്തിലാണ്. അത് ഈ മാസം വേണോ, അത് മെയ് മാസത്തിൽ മതിയോ എന്നൊരു പ്രാർത്ഥനയിൽ ഞങ്ങളായിരിക്കുന്നു. ഈ കാര്യം ഞാൻ പറയുന്നത് ഒരു ചഞ്ചലപ്പെടുന്നു എന്നുള്ള കാര്യം പറയാനല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ദാരിദ്ര്യം പറയാനുമല്ല. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. ഞങ്ങൾ ഈ കാര്യം പങ്കുവെക്കുന്നത് സഭ ശ്രദ്ധ വെച്ച് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, തുടർന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് ഇത്രത്തോളം നടത്തി, ഇനിയും നടത്തും, അതിന് യാതൊരു സംശയമില്ല. സഭയുടെ ശ്രദ്ധ ഏറിയ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടാണ് എൻ്റെ 2 നോസ്ട്രിൽസ് ഇപ്പോൾ ഫ്രീ ആണ് കേട്ടോ. ഞാൻ ഒരു ഡോക്ടറിൻ്റെ അടുത്തും പോയില്ല. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപ, സൗഖ്യദായകനായ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഞങ്ങളുടെ പ്രാർത്ഥനയും സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം കർത്താവ് തീർച്ചയായിട്ടും തരും, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ ഡോക്ടറിനെ സമീപിക്കും. കാരണം ആ കാര്യങ്ങളും ഈ അഡ്വാൻസ്മെൻറ്റ്സ്, മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. എന്നാൽ സൗഖ്യം തരുന്നത് ആരാ? നമ്മുടെ കർത്താവാണ്. ഞാനിപ്പോഴും അനിത വിനോദ് എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 സർവൈവർ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നാഷണൽ ന്യൂസിലെല്ലാം വന്നതാണ്, പേപ്പറിലും വന്നതാണ്. അനിത വിനോദ് എന്ന് പറയുന്ന ബീഹാറിലെ പാറ്റ്നയിൽ 14 ദിവസത്തെ ഐസൊലേഷൻ കഴിഞ്ഞ് രക്ഷപ്പെട്ട് ആരോഗ്യം പ്രാപിച്ച് പുറത്തേക്ക് വന്ന ആദ്യ COVID-19 സർവൈവർ. അവരോട് നാഷണൽ ന്യൂസിലെ ആങ്കർ ചോദിച്ചു, ആ മുറിയിൽ ഐസൊലേഷനിലായിരിക്കുന്ന സമയത്ത് മനസ്സിനെ ധൈര്യപ്പെടുത്തിയത് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, മെഡിസിനായിട്ട് എനിക്ക് ആകെ പാരസെറ്റമോളും അജിത്രാൽ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും അതൊക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ഏകനായിട്ട് ആ ഭാഗത്തേക്ക് ആരും വരത്തില്ല. ചില ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് അവിടെ വരും, ആഹാരം അല്പം കൊണ്ട് തരും, അത്രയേ ഉള്ളൂ. എന്നാൽ ആ നാളുകളിൽ ആ റൂമിൽ ഉണ്ടായിരുന്നൊരു ബൈബിളാണ് എന്നെ
ധൈര്യപ്പെടുത്തിയത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ പുസ്തകത്തിൻ്റെ ദൈവമാണ് എനിക്ക് സൗഖ്യം നൽകിയത്. ഒരു നാഷണൽ ഡെയിലിയിലാണ് അവർ പറഞ്ഞത്, അനിത വിനോദ്. ഇപ്പോഴും അത് യൂട്യൂബിലുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ ഈ ആങ്കർ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അത് പുസ്തകം ചിലപ്പോൾ മോട്ടിവേഷൻ തന്നു കാണും, പുസ്തകം ചിലപ്പോൾ ഒരു ആശ്വാസം നൽകി കാണും. എന്നാൽ സൗഖ്യം കിട്ടിയത് മെഡിസിൻ കഴിച്ചിട്ടല്ലേ? എന്നാൽ അവർ വീണ്ടും പറയുകയാണ്, അല്ല, ആ പുസ്തകത്തിൽ ദൈവമാണ് എന്നെ സൗഖ്യം നൽകിയത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സ്ഥിതി മനസ്സിലാക്കി അതിന് സമാധാനവും പോംവഴിയും ഒരുക്കി തരുന്നത് നമ്മുടെ കർത്താവാണ്. കണ്ണുനീര് വാർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ വാസ്തവം പറഞ്ഞ ഈ മൂക്കിൻ്റെ ഇഷ്യൂവും അതുപോലെ തന്നെ വിരലിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് എനിക്ക് അല്പമായ ഹോസ്പിറ്റൽ ഫോബിയ ഉണ്ട്, അങ്ങോട്ട് പോകാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഞാൻ വാസ്തവം പറഞ്ഞാൽ വളരെ കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് സംസാരിക്കണം, എനിക്ക് പഠിപ്പിക്കണം, എനിക്ക് ശുശ്രൂഷകൾ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് സംസാരിക്കണം, യാതൊരു വിധത്തിലുള്ള തടസ്സമില്ലാതെ എനിക്ക് സംസാരിക്കണം. കർത്താവ് ഇത് തുറന്നു തരണം. കർത്താവ് പ്രാർത്ഥന കേട്ടു. നാളെ ഇങ്ങനത്തെ ശോധനയുടെ നിമിഷങ്ങൾ വരാതിരിക്കുമോ അറിയത്തില്ല. എന്നാൽ വരുമ്പോൾ അതിന് പോംവഴി മുന്നമേ തന്നെ കർത്താവ് കണ്ടുവച്ചിരിക്കുന്നു. കർത്താവ് നൽകും. ദൈവകൃപയും ദൈവമക്കളുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ശ്രദ്ധയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അതിനുത്തരം നമുക്ക് നൽകും, അതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മിഡിൽ ഈസ്റ്റിലെ ഈ ക്രൈസിസിനെ ഓർത്ത് ദൈവമക്കൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ ഈ സക്രിയ പ്രവാചകന്റെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ കടന്നു വന്നവർക്കറിയാം, 14-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത് ആ ഒരു ക്രൈസിസിനെ കുറിച്ചാണ്. ഒരു കോൺഫെഡറേറ്റ് ഇവിടെയും അവിടെയും എല്ലാം വളർന്നു വരും. അർമഗദോൻ യുദ്ധം അവിടെ സംഭവിക്കും. എന്നാൽ യുദ്ധം അവസാന ഘട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ രാജാധി രാജാവും കർത്താധി കർത്താവും തൻ്റെ ജനത്തിനു വേണ്ടി പടയ്ക്കിറങ്ങും. ആ പട ജയിക്കും. അതിനുശേഷമാണ് ഈ ഭൂമിയിൽ തൻ്റെ 1000 ആണ്ട് വാഴ്ച, ദ മില്ലനിയൽ കിങ്ഡം, അദ്ദേഹം സ്ഥാപിക്കുന്നത്. നമ്മുടെ കർത്താവ് പ്രവാചകനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് അവൻ പുരോഹിതനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ മടങ്ങി വരുന്നതോ രാജാധി രാജാവും കർത്താധി കർത്താവുമായിട്ടാണ്. So he is the only one who is worthy to hold all the 3 offices: the office of the prophet, the office of the priest, the office of the king of kings. അതുകൊണ്ട് നമുക്ക് ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. അവനിൽ ആശ്രയിക്കുക. അവൻ വാഴുന്നു. അതാണല്ലോ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹീതമായ ചിന്ത. സ്വല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് 2-3 വേദഭാഗങ്ങളിൽ നിന്ന് കർത്താവ് നൽകിയിരിക്കുന്ന ചിന്തയാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ ഒരു പഠന വിഷയമാക്കി അതിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ടുള്ള ആത്മീയ പാഠങ്ങൾ പഠിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുൻപിലത്തെ ആഴ്ചയിലുമായിരിക്കുന്ന സഭകളിൽ ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയിലെ നിത്യതയിൽ വിശ്രമിക്കുന്ന TM ദാനിയൽ സാറ് ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അത് അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, എന്നാൽ ചെയ്യുവാണെങ്കിൽ അത് വളരെ അനുഗ്രഹമാണ്. എന്താണ്? ഒരു മാസത്തിലെ 4 ഞായറാഴ്ച അല്ലെങ്കിൽ 5 ഞായറാഴ്ച അത് ലഭിക്കുമ്പോൾ ഒരു ഞായറാഴ്ചയിൽ ഉപദേശപരമായൊരു വിഷയം, 2-ാമത്തെ ഞായറാഴ്ചയിൽ പ്രായോഗികമായിട്ടുള്ളൊരു വിഷയം, 3-ാമത്തെ ഞായറാഴ്ചയിൽ ഒരു ബൈബിൾ ക്യാരക്ടറിനെ കുറിച്ചുള്ള ചിന്ത, 4-ാമത്തെ ആഴ്ചയിൽ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ചിന്ത, 5-ാം ആഴ്ചയിൽ നമുക്ക് ദൈവാത്മാവ് തരുന്ന ചിന്ത. ഇത് ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു ഓവറോൾ സ്പിരിച്വൽ ഗ്രോത്ത് മുഴുവനായിട്ടും അല്ലെങ്കിൽ സമഗ്രമായിട്ടുമുള്ള ഒരു ആത്മിക വർധന നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയും. കുറേ നാളുകൾ നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു, എന്നാൽ ഇപ്പോൾ ആ രീതിയിൽ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ചെയ്താൽ നല്ലത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ 2 സഭകളിൽ ഈ പ്രായോഗികമായിട്ടുള്ള ഈ ഒരു മാതൃക അവരോട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ 2 സഭകളും അത് ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കഴിവും മിടുക്കമൊന്നുമില്ല, ഞാനൊരു കാര്യം പങ്കുവെച്ചു. നമ്മുടെ സഭയിൽ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ they took it very seriously. അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലസഭകളും വാസ്തവം പറഞ്ഞൊരു മാതൃകാപരമായിട്ടുള്ള വിധത്തിൽ ഒരു സാക്ഷ്യം കാഴ്ചവെച്ച് ആയിരിക്കണം. നമ്മളിൽ നിന്ന് ചിലത് പഠിക്കണം. നമ്മുടെ സഭയിലേക്ക് ഒരു ദിവസം, ഒരു കർത്തൃ ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ടാകണം. പത്തനംതിട്ട സഭയിലേക്ക് കടന്നുപോയി ആ സഭയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ്. ദാറ്റ് ഈസ് സോ ഗുഡ്. ആ നന്മ കാഴ്ചവെക്കുവാനും ആ സാക്ഷ്യ കാഴ്ചവെക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 83-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുക. എന്നാൽ അത് നമ്മുടെ ചിന്തയുടെ വിഷയമല്ല, എന്നാൽ അത്
ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ആ 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 83-ാം സങ്കീർത്തനം, അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. മതി. ഇത് ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം എന്നാണ് ഇതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 1 മുതൽ 8 വരെക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആസാഫ് അല്പം ഭയചകിതമായിട്ടുള്ള, ഒരു പെർപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സിലോട് കൂടെയാണ് അവിടെ ആയിരിക്കുന്നത്. എന്താ കാര്യം? യഹോവയുടെ വിരുദ്ധത്തിൽ, അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന പല കൂട്ടങ്ങള് അവരൊരുമിച്ച് ചേരുകയാണ്. ബദ്ധശത്രുക്കളായിട്ട് ഉള്ളവര് അവരൊരുമിച്ച് ചേർന്ന് ഇസ്രായേൽ ജനത്തിന് നേരെ അവർ വരികയാണ്. അപ്പോൾ ആസാഫിന് മനസ്സിൽ വരുന്ന ചിന്ത, ഇത്രയും വലിയൊരു കോൺഫെഡറേഷൻ അത് ഒരുങ്ങുന്നു, ഇത്രയും വലിയൊരു കോൺഫെഡറേഷനാണ് ഒരുങ്ങുന്നത്. എന്നാൽ അത് ഒരുങ്ങുന്ന സമയത്ത് യഹോവ മിണ്ടാതിരിക്കുന്നു. അതാണ് ആസാഫിന്റെ മനസ്സിനെ അലട്ടുന്ന വിഷയം. such a big group, they are assembling together and they are conspiring against God's chosen generation, but Jehovah is silent. He is not doing anything. ആ ഒരു പെർപ്ലക്സിറ്റിയിലുള്ള വാക്യങ്ങളാണ് 1 മുതൽ 8 വരെക്കുമുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അവരെല്ലാവരും കൂടി ചേരുന്നത് ഈ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഈ ഭൂമുഖത്ത് നിന്നും അവരെ സമ്പൂർണമായിട്ട് വിനാശം ചെയ്യണം, അവരുടെ സ്ഥലം കൈവശമാക്കണം. ഇന്നത്തെ ഈ സ്ഥിതി അത് തന്നെയല്ലേ? ഒന്ന് നോക്കുക. ഇസ്രായേൽ ചെറിയ ഒരു രാജ്യം, അതിൻ്റെ കാര്യങ്ങൾ വിവരിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ എഗെയിൻസ്റ്റിൽ എത്ര രാജ്യങ്ങളാണ് അതിൻ്റെ എഗെയിൻസ്റ്റിൽ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അതിന് മധ്യത്തിൽ ഒരു ബദ്ധശത്രുവിൻ്റെ പേരാണ് എന്നെ ആകർഷിച്ചത്. 7-ാം വാക്യത്തിലെ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന പേര്, ഗേബാൽ എന്ന ഒരു പേര്, ഗേബാൽ. അപ്പോൾ ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗേബാലും ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുവായ കൂട്ടത്തിലുള്ള ഒരു കൂട്ടമാണ്, ആ വിധത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം. ഈ ഗേബാലിനെ കുറിച്ച് വീണ്ടും നമ്മൾ കാണുന്നത് യോശുവയുടെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം, അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, സിദോനിയർക്കുള്ള മെയാരിയും ഗിബേല്യരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമ്മാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോൻ മുതൽ മിസ്രഫെത്മയും വരെയുള്ള പർവ്വതവാസികളൊക്കെയും എല്ലാം സീദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ അത് അവകാശമായി വിഭാഗിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പറയുന്നതിൻ്റെ സാരം എന്ന് പറയുന്നത്, ഈ പറയുന്ന കൂട്ടർക്ക് ഇസ്രായേലുമായിട്ട് യാതൊരു പങ്കില്ല. ഇസ്രായേലിൻ്റെ ആ സ്ഥലത്തിൻ്റെ വിഭജനം നടക്കുമ്പോൾ ഈ കൂട്ടർക്കൊന്നും അവിടെ ഒരു പങ്കും ഇല്ല. ബദ്ധശത്രുവായ ഗേബാൽ അവർക്ക് ഇസ്രായേലിൻ്റെ സ്ഥലവിഭജനത്തിൽ ഒരംശവുമില്ലാത്ത ഒരു കൂട്ടമായിട്ടുള്ളൊരു ജാതി എന്ന് നാം കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തിരഞ്ഞെടുത്തത്? അതിൻ്റെ ഏക കാരണം, ദൈവമക്കളായ നമ്മൾ ഇന്ന് അഭിമാനം കൊള്ളുന്നു. എന്നാൽ ഒരു സമയത്ത് നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ശത്രുക്കളായിരുന്നു, നാം പാപികളായിരുന്നു, നാം അഭക്തരായിരുന്നു. ആ സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ അവനോട് അടുപ്പിച്ചത്. നമ്മൾ സാധാരണ പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇസ്രായേൽ ഗോത്രമായിട്ട്, ഇസ്രായേൽ ജനമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജാതികളായ നമ്മൾ. എന്നാൽ നമ്മളെക്കുറിച്ച് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ കർത്താവ് കരുതി. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ ഈ ഗബാലിനെ സംബന്ധിച്ച് ദൈവജനത്തിൻ്റെ ബദ്ധശത്രുക്കളായവര് ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമായിരിക്കുന്ന ജനത്തിന് സ്ഥലം വിഭജനം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു ചെറിയ സ്ഥലം പോലും കിട്ടാൻ അവർക്ക് അർഹതയില്ല. യഹോവ അവരെ ഉന്മൂലമായിട്ട് അവിടെ നിന്ന് മാറ്റിക്കളയുന്ന ആ കൂട്ടത്തെ കർത്താവ് തൻ്റെ ആലയത്തിൻ്റെ പണിക്കായിട്ട് അവരെ ഒരുക്കി. അതാണ് ചില വാക്യങ്ങളിൽ നാം ഈ കൂട്ടരെ കുറിച്ച് കാണുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ നമ്മൾ വെക്കണം. നമ്മുടെ ജീവിതത്തെ, അതായത് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള നമ്മുടെ ജീവിതവും നമ്മളെ കർത്താവ് ഏത് വിധത്തിലാണ് ക്രിസ്തുയേശുവിൽ കൂടെ ഒന്നിച്ചാക്കിയത്, കർത്താവുമായിട്ട് നമ്മെ ചേർത്ത് ബന്ധിച്ചത്, ആ വിധത്തിലാക്കി കഴിഞ്ഞപ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഏത് കാര്യത്തിലാണ്? ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ദൗത്യമാണ് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ അവനോടുകൂടെ ചേർന്ന് അതിൽ ആയിരിക്കുക എന്നുള്ളത്. നമ്മുടെ കർത്താവ് ഒരു ബിൽഡിംഗ് പ്രോജക്റ്റിലാണ്. ഏതാണ് ബിൽഡിംഗ് പ്രോജക്റ്റ്? തൻ്റെ സഭയെ കർത്താവ് പണിയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണ്. വി ആർ ഹിസ് കോ ലേബറേഴ്സ്, വി ആർ ഹിസ് കോ വർക്കേഴ്സ്. കർത്താവിനോടുകൂടി ചേർന്ന് നാം ആ പ്രവർത്തനത്തിൽ ആയിരിക്കുന്നു. ആ അവസ്ഥയിലേക്ക് കർത്താവ് നമ്മെ ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ കർത്താവിനോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ ഈ പണിയപ്പെടുന്ന ആ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ ഏത് വിധത്തിൽ ആയിരിക്കണം നമ്മുടെ പണിയുന്നത്, അതിനെക്കുറിച്ച് സ്വല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിലേക്ക് വ്യക്തമായി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരെ കുറിച്ച് നമ്മൾ പിന്നെ വായിക്കുന്നത് എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, 9-ഉം 27-ഉം കൂടെ നമുക്ക് വായിക്കാം. 27-ന്റെ 9-ഉം 27-ഉം. ഗബലിലെ മൂപ്പന്മാരും ജ്ഞാനികളും നിന്റെ 1000 പണിക്കാരായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവരുടെ കപ്പൽക്കാരും നിന്റെ കച്ചവടം നടത്തുന്നതിന് നിന്നിൽ ഉണ്ടായിരുന്നു. അതിന്റെ 6-ാം വാക്യം മുതൽ നമുക്കൊന്നുകൂടി വായിക്കാം. 6-ഉം 7-ഉം 8-ഉം 9-ഉം. കൊണ്ട് അവർ നിന്നെ ഉണ്ടാക്കി ഇവിടെ നിന്നുള്ള ഉന്നമരത്തിൽ ആനക്കൊമ്പ് പതിച്ച് നിനക്ക് കട്ടുണ്ടാക്കിയിരിക്കുന്നു. നിനക്ക് പൊടിയായിരിക്കേണ്ടതിന് നിന്റെ കപ്പൽപ്പായ മിസ്രയീമിൽ നിന്ന് വിചിത്ര ശരം പുറം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഏലിശാ ദ്വീപിൽ നിന്നുള്ള ധൂമ്രപടവും രക്താംബരവും നിന്റെ വിധാനമായിരുന്നു. സീദോനിലെയും സർവാദിലെയും നിവാസികൾ നിന്റെ തണ്ണേരന്മാരായിരുന്നു. സോരിൽ നിന്നുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാരുവികൾ ആയിരുന്നു. ഗബാലിലെ മൂപ്പന്മാരും ജ്ഞാനികളും നിന്റെ 1000 പണിക്കാരായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവരുടെ കപ്പൽക്കാർ നിന്റെ കച്ചവടം നടത്തേണ്ടതായിരുന്നു. 27-ാം വാക്യം കൂടെ അതേ അധ്യായത്തിൽ 27. ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാരുവികളും 1000 പണിക്കാരും കുറ്റിക്കാരും എന്നിവയുടെ സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സകല ജനസമൂഹത്തോടും കൂടെ നിന്റെ ജീവിച്ചിട്ട് നാട്ടിൽ സംരംഭത്തെ മതി. ഈ 9-ാം വാക്യം 6 മുതൽ നമ്മൾ വായിച്ചുവല്ലോ. ആ ഭാഗം വായിക്കുമ്പോൾ 9-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്താണ് അവിടെ വീണ്ടും ഗേബാലിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ ഓരായ പണിക്കാരായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ഥലം അത് ഫിനീഷ്യൻ സീപോർട്ട്, അതായത് സീദോനും ട്രിപ്പോളിസ്, അത് ഭൗഗോളം നമ്മുടെ ജോഗ്രഫിക്കൽ മാപ്പ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആ സീപോർട്ടിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ഗേബാലിലെ നിപുണരായിട്ടുള്ള ആ ക്രാഫ്റ്റ്സ്മെൻ, അവരുടെ കരകൗശല വിദ്യയിൽ വളരെ കഴിവുള്ള ഒരു കൂട്ടം, അവര് കപ്പൽ നിർമ്മാണത്തിൽ അവരുടെ ഒരു പങ്കുണ്ടായിരുന്നു. ഈ പറയുന്ന സീപോർട്ടിൽ അവിടെ ഈ അന്നത്തെ പായക്കപ്പൽ, വലിയ വലിയ പായക്കപ്പൽ, അത് ചരക്കിന് വേണ്ടിയും അതുപോലെ ജനങ്ങൾക്ക് അവർക്ക് യാത്ര ചെയ്ത് പോകാനായിട്ടുള്ള വലിയ പായക്കപ്പൽ അത് ഉണ്ടാക്കുന്നത്, നിർമ്മാണശാല ഈ സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ക്വാളിറ്റിയിൽ അവർ ആ കപ്പൽ നിർമ്മാണം ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൽ മറ്റ് പല ജോലിക്കാരെ കുറിച്ച് 8-ഉം
7ഉം 8ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ പല വിധത്തിലുള്ള സാധനങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ 9ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഗേബാലിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ ഓരായ പണിക്കാര് ആയിരുന്നു. അപ്പോ ഈ കപ്പലിന്റെ നിർമ്മാണത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പണിക്കാരുണ്ട്. അവർ പുറത്തു നിന്ന് അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് പല പണികളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കൂട്ടം 9ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഗേബാലിലെ ആ മൂപ്പന്മാരും ആ പണിക്കാരും അവരുടെ ദൗത്യം എവിടെയായിരുന്നു എന്നറിയാമോ? അടിത്തട്ടിലായിരുന്നു. ആ അടിത്തട്ടിൽ പണിയുന്ന കാര്യം പുറത്തു നിന്ന് വല്ലതും കാണാൻ പറ്റുമോ? ഷിപ്പ്യാർഡിൽ പോയി കണ്ടവർക്കറിയാം. കൊച്ചിയിൽ പോയാലും അവിടെയും നമുക്ക് ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കപ്പലുകൾ വരുന്ന സമയത്ത് അത് ബാർജ് മുഖേന അവിടെ കൊണ്ടുവന്ന് അതിന് വെച്ച് താഴെ ചെയ്യുന്ന പണിക്കാർ ആരാണ് അവിടെ പണിയുന്നത് അത് വ്യക്തമായിട്ട് പുറമെ കാണാൻ പറ്റുമോ സാറേ? പറ്റത്തില്ല. മുകളിലൊക്കെ നിന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത്, അവിടെ പണി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണും. എന്നാൽ ഈ ആരുടെയും കണ്ണിൽ പെടാതെ അടിത്തട്ടിൽ പണി ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവര് അവർ ചെയ്യുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജോലിയാണ്. എന്താണ് ആ ജോലി? അവിടെ പറഞ്ഞിരിക്കും, മലയാളത്തിൽ പറയുന്ന വാക്യം അത്രയും ഒരു പോപ്പുലർ ആയിട്ടുള്ള വാക്യമല്ല, ഓരായ പണിക്കാർ. അതായത് അടിത്തട്ടിലുള്ള ആ വുഡ് പ്ലാങ്ക്സിനെ എല്ലാം ജോയിൻ ചെയ്ത് സീൽ ചെയ്ത് വാട്ടർ റെസിസ്റ്റന്റ്, വാട്ടർ പ്രൂഫ് ആക്കി വെക്കുക. എന്തുകൊണ്ടാണ്? ഈ ഷിപ്പ് ഉണ്ടാക്കുന്ന എന്തിനാണ്? ഈ കപ്പൽ ഉണ്ടാക്കുന്ന എന്തിനാണ്? അത് വെള്ളത്തിലേക്ക്, സമുദ്രത്തിൽ കൂടെ അത് സഞ്ചരിച്ച് പോകണം. അപ്പൊ സമുദ്രത്തിൽ കൂടെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് അടിത്തട്ടിലുള്ള ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിള്ളൽ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ആ പണിയിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൽ കൂടെ വെള്ളം കപ്പലിലേക്ക് കയറും. രണ്ട് ഓൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒന്ന്, the ships are the safest in the harbor, but that is not what the ships are made for. ഒരു കപ്പൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് എവിടെയാണ്? തുറമുഖത്താണ്. എന്നാൽ തുറമുഖത്ത് കെട്ടിവെക്കാനാണ് ഒരു കപ്പലിനെ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല. രണ്ടാമത്തേത്, the ship, as long as the ship is on the water, there is no danger. But once the water enters into ship, there is danger. വെള്ളത്തിൻ മീതെ ഇരിക്കുന്ന കപ്പല് ആ മീതെ ഇരിക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ വെള്ളം കപ്പലിലേക്ക് കയറി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് അപകട സൂചകമായിട്ടുള്ളൊരു വിഷയമാണ്. പ്രത്യേകമായിട്ട് ഓർക്കുക, ഈ അടിത്തട്ടിൽ പണി ചെയ്യുന്നവര് വളരെ സൂക്ഷ്മതയോടുകൂടി വിശ്വസ്തയോടുകൂടെ ആ കാര്യം അവർ ചെയ്യണം. ഇതിനോടനുബന്ധിച്ച് ഒരു വാക്യം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ഇതെല്ലാം വിശദമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാൽ അതിനുള്ള സമയമല്ലല്ലോ. അതിലൊരു കാര്യം മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഒരു വരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സഹായം ചെയ്യുവാനുള്ള വരം. മറ്റേതെല്ലാം വിട്ടേര്. ഇപ്പൊ നമ്മുടെ മധ്യത്തിൽ അപ്പോസ്തലന്മാരുണ്ടോ? ഇല്ല. എന്നാൽ ചിലരൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഈ യുഗത്തിലുള്ള അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നൊക്കെ. എന്നാൽ ദൈവവചനം നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ദൗത്യം കഴിഞ്ഞു. ഓക്കെ. ഉപദേഷ്ടാത്മാരുണ്ടോ നമ്മുടെ സഭയിൽ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉറപ്പോടുകൂടി പറയുന്നേ, ഉപദേഷ്ടാക്കന്മാരുണ്ട്. അപ്പോസ്തലന്മാരില്ല, പ്രവാചകന്മാരില്ല. പ്രവാചക ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് അത് ഫോർത്ത് ടെല്ലിംഗ് ആണ്. ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രവചനമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഏറ്റുപറയുന്നു. ദൈവവചനത്തിൽ പൂർണ്ണമായിട്ടുള്ള ദൈവവചനം നമ്മുടെ കരങ്ങളിലുണ്ട്. ഏറ്റുപറയുന്ന ഒരു ചുമതല നമുക്കുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മധ്യത്തില് അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ ഇല്ല.
എന്നാൽ ഉപദേഷ്ടാക്കന്മാരുണ്ട്. അവരുള്ളതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വേർപാടും വിശുദ്ധിയും പാലിച്ച് ഇപ്പോഴും ആയിരിക്കുന്നത്. നമ്മുടെ ഓരോ സഭകളിൽ അങ്ങനെ വരം ലഭിച്ച പ്രിയപ്പെട്ടവരെ കർത്താവ് ആക്കിയിരിക്കുന്നു. എന്നാൽ അവർ ഉപദേഷ്ടാവായിട്ട് ദൈവവചനത്തിൽ നിന്ന് യഥാർത്ഥമായിട്ട് വിഭജിച്ച് നൽകുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന സമയത്ത് നമുക്ക് പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. വി വിൽ ലൂസ് അവർ ടെമ്പർ. ഉപദേഷ്ടാക്കന്മാരുടെ ജോലി മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനായിട്ടല്ല, ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അത് അരുളി ചെയ്ത് അറിയിക്കുക എന്നുള്ളത്. അതാണ് ഉപദേഷ്ടാക്കന്മാരുടെ ജോലി. മറ്റു കാര്യങ്ങൾ നമ്മൾ പ്രവേശിക്കുന്നില്ല, അതിലൊത്തിരി കാര്യങ്ങൾ വിവരിച്ച് പറയാനായിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു വരത്തെക്കുറിച്ച് പറയുന്നു. എന്താണത്? സഹായം ചെയ്യുവാനുള്ള വരം. ഇത് ചെയ്യാൻ കഴിയാത്ത ആരെങ്കിലും നമ്മുടെ മധ്യത്തിലുണ്ടോ? ഛേദമില്ല. ഞാൻ പറയുന്നത് എനിക്കൊരു പേടിയാണ്. ഞങ്ങളുടെ അമ്മ പറയായിരുന്നു, ഛേദമില്ലാത്ത ഉപകാരം ചെയ്യാൻ എപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഛേദമില്ലാത്ത ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരാവശ്യപ്പെടുന്നു. പാസം പറഞ്ഞ ഞാനിതിൽ ഈ ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ആ ബേൽ മുझे മാർ. അറിയാമോ? കാളെ എന്തോ അതിന് മലയാളത്തിലുണ്ട്, എനിക്കത് എക്സാക്റ്റ് അറിയത്തില്ല. എന്നാൽ ആവശ്യമില്ലാതെ കാളയുടെ മുമ്പിൽ പോയി പെടുക എന്നുപോലെ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഒരാവശ്യമില്ലാതെ സഹായത്തിന് വേണ്ടി ഒരു കരം നീട്ടും. പ്രശ്നം ആർക്കാ വരുന്നത്? എനിക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. എന്നാൽ നമ്മുടെ ആ സാക്ഷ്യം വിടരുത്. അവിടെ ഡിപ്ലോമസി കളിക്കരുത്. നമ്മുടെ കൂട്ടു സഹോദരൻ അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ളൊരു വ്യക്തി തന്നെ നമ്മുടെ അരികിലേക്ക് വന്ന് പറയുകയാണ്, ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്, അത് നൽകുവാനായിട്ട് സദാ സന്നദ്ധരായിരിക്കണം. ആര്? ദൈവമക്കൾ. ഹെൽപ്പ്. ബാഹികമായിട്ടൊന്നും കാണുവാനായിട്ട് കഴിയുകയില്ല, കൊട്ടിഘോഷിച്ചൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. അടിത്തട്ടിൽ ഒരു വിള്ളൽ സംഭവിക്കാതെ അതിനെ പണിഞ്ഞ് ഒരുക്കുന്ന ഒരു കൂട്ടമായിരുന്നു ഈ ഗേബാലിലെ ആ നൈപുണ്യമുള്ള, കരകൗശല വിദ്യയിൽ നൈപുണ്യമുള്ള ജനം. രണ്ടാമത്തേത് ഇവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 1 രാജാക്കന്മാർ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. 1 രാജാക്കന്മാർ 5:18. 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ശലോമോന്റെ ശില്പികളും ഹീറാമിൻ്റെ ശില്പികളും ഗേബാല്യരും ആലയപ്പണിക്കായി മരവും കല്ലും ചെത്തി ഒരുക്കി. So they were not just caulkers preparing the bottom of the ship, they were also squarers of the stone. മരവും കല്ലും ചെത്തുപണി ചെയ്ത് ആലയത്തിന് വേണ്ടി അത് ഒരുക്കുക. നമ്മളൊരു ആലയപ്പണിയിൽ ആണല്ലോ. ജീവനുള്ള കല്ലുകൾ കൊണ്ട് പണിയുന്ന ആലയം. ഈ ആലയപ്പണിയിൽ റഫായിട്ടുള്ള എഡ്ജസിനെല്ലാം സ്മൂത്താക്കി, അതിനെ വളരെ സ്മൂത്ത് എഡ്ജസ് ആക്കി മാറ്റി ചേർത്ത് ബന്ധിപ്പിക്കുക. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ. Endeavor to maintain the unity of spirit in the bond of peace. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ. വേദപുസ്തകം കരങ്ങളിലുള്ളവർ ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കുക. കാരണം അവിടെ പല ഒന്ന് 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 എന്ന് ആവർത്തിച്ച് പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സ് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ ഉണ്ട്. 2000 അവസാനമായപ്പോഴാണല്ലോ ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. അന്ന് മണ്ണാർക്കുളഞ്ഞ സഭയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും ഒരു വിശുദ്ധ ചുംബനം നൽകിയിട്ടാണ് അവർ പിരിഞ്ഞിരുന്നത്. അത് മിക്കവാറും അവിടുത്തെ അന്ന് സമയമുള്ളതുകൊണ്ട് പലപ്പോഴും ഞാൻ അവിടെ പോകുമായിരുന്നു അവിടുത്തെ മീറ്റിങ്ങിന്. മൈലപ്ര സഭയിലും വീക്ക് ഡേയ്സിലുള്ള മീറ്റിങ്ങിൽ അവർ പിരിയുന്ന സമയത്ത് തമ്മിൽ സഹോദരന്മാരും സഹോദരിമാരും സെപ്പറേറ്റ് ആയിട്ട് തമ്മിൽ വിശുദ്ധ ചുംബനം നൽകി അവർ പിരിഞ്ഞു പോകും. സാധാരണ നമ്മൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് വിശുദ്ധ ചുംബനം വേണ്ട, ഒന്ന് കൈ തന്നാൽ മതി. അല്പനേരം മുമ്പ് നമ്മൾ ഒരുമിച്ച് അപ്പം മുറിച്ചതല്ലേ. നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് എത്ര പേർക്കാ കൈ കൊടുത്തു പോകുന്നത്? നമ്മൾ തന്നെ നോക്കുക. ഇന്ന് അതും ഇല്ലാതെയായി. പറയുന്നതിൽ ക്ഷമിക്കുക. നമ്മൾ പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് പ്രായമുള്ളവർ, കൊച്ചു കുഞ്ഞുങ്ങൾ, അവരുമായിട്ടൊന്ന് കുശലം പറഞ്ഞ് ഒന്ന് കൈ കൊടുത്ത് സന്തോഷമായിട്ട് പിരിയുക. അല്ലെങ്കിൽ പിന്നെ എന്തുവാ? ഇതെല്ലാം യാന്ത്രികമായിട്ടുള്ളത്. നമ്മൾ ആത്മീയമായിട്ടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കൂടി വരുന്നോ അതോ
പിരിഞ്ഞ അവസ്ഥയിൽ ചിതറി ചിതറി പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കുക. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? എന്നോട് വിഷമം തോന്നരുത്, പരിഭവം തോന്നരുത്. അവർ ഓരോ കല്ലിനെയും അതിൻ്റെ റഫ് എഡ്ജസ് എല്ലാം ചെത്തി മിനുക്കിയിരുന്നു. അതെങ്ങനെയാണ് ചെയ്തിരുന്നത്? 6-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിലേക്ക് വരിക. അതേ പുസ്തകം തന്നെ 6-ാം അധ്യായത്തിൽ 7-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാൻ ഇല്ലായിരുന്നു. എവിടെ വെച്ചാണ് അത് ചെത്തിമിനിക്കിയത്? ആ വെട്ടുകല്, ആ കുഴിയില്ല. അവിടെ വെച്ച് അത് ഒരുക്കി ഇവിടേക്ക് കൊണ്ടുവരുന്നു നിശബ്ദമായിട്ട്. ഇവിടെയും ഗേബാലിയരുടെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത ഒന്ന് നോക്കുക. യാതൊരു കോലാഹലമോ ശബ്ദമോ ഉണ്ടാക്കാതെ. നമ്മൾ രാവിലെ ആരാധനയ്ക്ക് വേണ്ടി ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത് വളരെ നല്ല പരിപാവനമായ ചിന്തകളോടുകൂടി കടന്നു വന്ന് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയത്ത്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, പരിഭവം തോന്നും, എന്നാലും ഞാൻ അങ്ങ് പറയുക, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ സമയത്തല്ല കുശലാന്വേഷണം ചെയ്യുന്നത്. ചെയ്യുകയാണെങ്കിലും വളരെ നിശബ്ദമായിട്ട് വിഷ്പറിംഗ് ടോണിൽ മാത്രം സംസാരിക്കുക. കാരണം നാം വന്നിരിക്കുന്നത് ഏകാഗ്ര ചിത്തയോടു കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി, ഓർമ്മയുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി. അതിനുശേഷം എത്ര സമയം വേണമെങ്കിലും നമുക്ക് പുറത്തു നിന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് സന്തോഷം അനുഭവിച്ച് കൂട്ടായ്മ ആചരിച്ച് നമുക്ക് മടങ്ങി പോകാം. എന്നാൽ ഇവിടെ പ്രവേശിച്ചു കഴിയുമ്പോൾ, കാരണം ഇത് കാണാത്തൊരു വിഷയമാണ്, കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പോയ സഭകളിലെല്ലാം there was pin drop silence. ഓരോരുത്തർ കടന്നു വരുന്നു. മൂപ്പന്മാരെല്ലാവരും 9:30 കഴിയുമ്പോഴേക്കും തന്നെ ആ ഹാളിലുണ്ട്. അവരവിടെ ആരും സംസാരിക്കുന്നില്ല. അവരെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇരിക്കുന്നവരവിടെ ഇരുന്ന് ദൈവവചനം ധ്യാനിക്കുകയാണ്. സഹോദരന്മാരുണ്ട്. കടന്നു വന്ന് കഴിയുമ്പോൾ അവർ ആ ഒരു ചിന്തയിൽ, കാരണം ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ട്, ആ ചിന്തയിലാണ് അവിടെ ആയിരിക്കുന്നത്. എത്രയോ ഗൗരവതരമായ കാര്യങ്ങളിലാണ് നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഗൗരവം നമ്മൾ കൊടുക്കുന്നുണ്ടോ? യഹോവ വാഴുന്നു. നിത്യരാജാവിന്റെ സന്നിധിയിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം ലഘൂകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. അവർ ആ കുഴിയിൽ തന്നെ മഴവും ചുറ്റികയും ഉപയോഗിക്കുന്ന എല്ലാം ഉപയോഗിച്ച് പിന്നെ ഒരു ഒച്ചയുമില്ലാതെ കൊണ്ടുവന്ന് ഒരുമിച്ച് ചേർത്ത് വെച്ച് അവർ പണിയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കമായിട്ടുള്ള ജീവിതത്തെയും സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ് ആ കാര്യം. നാം മറന്നു പോകരുത്. പെട്ടെന്ന് 2 കാര്യങ്ങൾ കൂടി പറയട്ടെ. 3-ാമത്തെ ഒരു പാഠം ഞാൻ പഠിച്ചത്, they strengthen the structure. അവരാ പണിയുന്ന ആ കാര്യത്തിൽ അതിനെ ഉറപ്പിച്ച് തറപ്പിച്ചുള്ള ഒരു ശുശ്രൂഷയിൽ അവരായിരുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അടിത്തട്ടിലുള്ള പണി അവർ ചെയ്യുമ്പോൾ അത് ഉറപ്പിച്ച് തറപ്പിച്ച് നോക്കുകയാണ്. ശരിക്കും അത് വാട്ടർ റെസിസ്റ്റന്റ് ആണോ, അത് വാട്ടർ പ്രൂഫ് ആണോ, എവിടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു ലീക്കേജ് സംഭവിക്കാനായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടോ, ശരിക്കും പരീക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് അതിനൊരുക്കത്തോടുകൂടി അവര് സമുദ്രത്തിലേക്ക് അതിൻ്റെ യാത്രയ്ക്ക് വേണ്ടി ആക്കുന്നത്. ദേവാലയ പണിയിൽ കർത്താവിനോടുകൂടെ ചേർന്ന് ഈ പ്രവർത്തനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കുക. ഇതിനെ ഉറപ്പിക്കാനും തറപ്പിക്കാനും വിധത്തിലുള്ള എൻ്റെ പങ്ക് വിശ്വസ്തയോടുകൂടി ഞാൻ ചെയ്യുന്നുണ്ടോ, അതോ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ഞാൻ ചെയ്യുകയാണ്? Am I strengthening the fellowship that we have in the church? നമ്മുടെ മധ്യത്തിലുള്ള ഈ ആത്മീയ ബന്ധം, നമ്മളെപ്പോഴും അഭിമാനത്തോടുകൂടി പറയും, നമ്മുടെ മധ്യത്തിലുള്ള ബന്ധം നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ബന്ധമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കൾ മുതൽ ശനി വരയ്ക്കും നമ്മളുടെ ഒരു കൂട്ടു സഹോദരിയെ അല്ലെങ്കിൽ കൂട്ടു സഹോദരന് നമ്മൾ ഫോണിൽ കൂടെയെങ്കിലും ബന്ധപ്പെടാനായിട്ട് നമ്മൾ ശ്രമിച്ചോ? അവരുടെ കുശലം നമ്മൾ അന്വേഷിച്ചോ? അവിടുത്തെ വിവരം വല്ല അറിയാനായിട്ട് നമ്മൾ ശ്രമിച്ചോ? നമ്മളതിനൊരു മുൻകൈ എടുക്കണം. ഞാൻ ആഗ്രഹിക്കരുത് മറ്റുള്ളവരെല്ലാവരും എന്നെ വിളിക്കണം എന്ന്. ഡിഡ് ഐ ഡു ദാറ്റ്? ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നെ കൂടി ചേർത്ത് പറയുകയാണ്. ഞാൻ എത്ര പേരെ വിളിച്ചു? എത്ര പേരുടെ കുശല അന്വേഷണം ഞാൻ ചെയ്തു? എത്ര ഭവനങ്ങളിലേക്ക് ഞാൻ കടന്നുപോയി? സ്ട്രെങ്തനിങ് ദ സ്ട്രക്ചർ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം ഞാൻ വിസ്മരിച്ചു പോയത് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ ഈ 1 രാജാക്കന്മാർ അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയ പണിയെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഈ ആലയ പണിയിൽ
ആരൊക്കെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്? യഹൂദന്മാരുണ്ട്, ജാതികളായിട്ടവരുണ്ട്. അതുകൊണ്ടാണ് 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ശലോമോന്റെ ശില്പികളും ഹീറാമിന്റെ ശില്പികളും പിന്നെ ഗേബാല്യരും ആലയ പണിക്കായി മരവും കല്ലും ചെത്തി ഒരുക്കി. അപ്പോൾ ദൈവാലയ പണിയിൽ കർത്താവ് ഏവരെയും ചേർത്തിട്ടാണ് തൻ്റെ കൂടെ തൻ്റെ സാർവത്രിക സഭ പണിയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് യഹൂദന്മാരും ജാതികളും ചേർന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് ഏവരും ഒരുമിച്ച് കൂടുന്ന ആലയം. ഈ ആലയത്തെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് എന്താണ്? 2-3 വാക്യം പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 56-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ അവസാന ഭാഗം, ചാപ്റ്റർ 56 വേഴ്സ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് വേഴ്സ് 7. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇനി പുതിയ നിയമത്തിൽ നമുക്ക് അതിനെ അതേ വാക്യം തന്നെ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. മത്തായി 21:13 നമ്മൾ വായിക്കുന്നത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. അതിനെ ഉദ്ധരിച്ച് പറയുകയാണ്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം, സെയിം സന്ദർഭം തന്നെയാണ്. 19-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം. ലൂക്കോസ് 19 അതിൻ്റെ 46. അവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥനയിൽ കൂടുന്ന സമയത്ത് രാജശേഖരന് ചിലപ്പോൾ മൈക്രോഫോൺ വെച്ചിട്ടാണ് പാട്ട് പാടുന്നത്. അപ്പോൾ എനിക്ക് തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഓടുന്നു, എന്തിനാ മൈക്ക് വെച്ച് പാടുന്നത്? പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മുടെ വിശ്വാസിയല്ല, അവിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തി, അവിശ്വാസി മാത്രമല്ല ഒരു നിരീശ്വരവാദി, അതായിരിക്കും ശരി, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചൊവ്വാഴ്ച ദിവസം അവിടെ പ്രാർത്ഥനയുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. അതിൽ പോയപ്പോൾ ഞാൻ പാട്ട് കേട്ടു. ദൈവത്തിന് സ്തോത്രം. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ ദൈവാലയം ഇത് ദൈവാലയമാണ് എന്ന് ഘോഷിച്ച് പറയാൻ വേണ്ടി നാം ഉച്ചത്തിൽ പാടണം. നമുക്കിപ്പോൾ എയർ കണ്ടീഷൻ ഹാളൊക്കെ ഉണ്ട്, ശബ്ദം പുറത്തേക്ക് പോകത്തില്ല, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഇതിനുള്ളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വായ തുറന്ന് ഒരുമിച്ച് ചേർന്ന് പാടണം. എനിക്ക് പാടാനായിട്ടുള്ള കഴിവില്ല, ബട്ട് ഐ ലവ് ടു സിങ്. ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് ശേഷം പാടിയ പാട്ട് യേശുവൻ രക്ഷകനല്ലേ, 1052 എൻ പ്രിയ രക്ഷകൻ. ആരാ എഴുതിയിരിക്കുന്നത്? നമ്മളെല്ലാവരും പത്തനംതിട്ടക്കാരല്ലയോ? അവിടെ പേര് എഴുതിയിട്ടില്ല. അറിയത്തില്ലേ? എല്ലാവരും കേട്ട് കാണും. പക്ഷേ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി, അദ്ദേഹം ബ്രദറുകാരനല്ലായിരുന്നു, ഇവാഞ്ചലിക്കൽ ചർച്ചിൽ ഒരു ഉപദേശിയായിരുന്നു. അതിന് മുമ്പ് മർത്തോമ ചർച്ചിലായിരുന്നു, അതിനുശേഷം അദ്ദേഹം ഇവാഞ്ചലിക്കൽ ചർച്ചിൽ ഒരു ഉപദേശിയായിരുന്നു. വളരെ സാധുവായ ഒരു മനുഷ്യൻ. കഴിഞ്ഞ ദിവസം ഒരു ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നല്ല ഭക്തനായ ഒരു പ്രിയപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയപ്പോഴാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത്. കുമ്പഴയിലെ 6 ഒരിക്കൽ അദ്ദേഹം ഈ കടത്തിലിരുന്നിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ നടുക്കിൽ വെച്ച് ഇതങ്ങ് മുങ്ങിപ്പോയി. അപ്പോൾ മുങ്ങിപ്പോയപ്പോൾ എല്ലാവരും വെള്ളത്തിൽ വീണു, ഇദ്ദേഹം വീണു. ഇദ്ദേഹത്തിൻ്റെ വെള്ള വസ്ത്രവും ഇതും എല്ലാം അങ്ങ് അഴുക്കായി. ശുശ്രൂഷയ്ക്ക് പോകണം, നീന്തി കരയ്ക്കെത്തി അവിടെ അത് കഴുകി ഉണക്കി ഉടുത്തിട്ടാണ് പിന്നെ യോഗത്തിന് പോയത്. അദ്ദേഹം രചിച്ച ഗാനങ്ങളെല്ലാം ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഗാനമാണ്. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി, അദ്ദേഹത്തിൻ്റെ സ്വല്പമായിട്ടുള്ള ജീവചരിത്രം നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ മക്കളും ഒരു മകൻ വളരെ പ്രസിദ്ധനായ ഒരു ദേവദാസനാണ്. ഇത് പങ്കുവെച്ചത് നമ്മുടെ മധ്യത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തൊരവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. അവൻ്റെ ആലയമെന്ന് അറിയപ്പെടണം. പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അപ്പോഴത്തെ ദൈവാലയത്തിന്റെ സ്ഥിതി എന്താണ്? അവിടെ കർത്താവ് തന്നെ പറയുകയാണ്, കള്ളന്മാരുടെ ഗുഹയായിരിക്കുകയാണ്. എൻ്റെ ഹൗസ് ഓഫ് പ്രെയർ, പ്രാർത്ഥനാലയമായിരിക്കുന്ന സ്ഥലം കള്ളന്മാരുടെ ഗുഹയായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം വേർപാടും വിശുദ്ധിയും പാലിച്ച്
ആയിരിക്കുന്നു. ദൈവം ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കി. സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി മോശയെ ഒരുക്കി. തൻ്റെ ദൈവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ശലോമോനെ ഒരുക്കി. അവർക്ക് പൂർണ്ണ പ്ലാൻ അവർക്ക് കൊടുത്തു. ആവശ്യമുള്ള സകല മെറ്റീരിയൽസ് അവർക്ക് കൊടുത്തു. അവരോട് കൂടെ കർത്താവ് ഇരുന്നു. അവർക്ക് നല്ല ഒരു കൂട്ടത്തെയും അവിടെ കൊടുത്തു. ആ കൂട്ടത്തിൽ അവിശ്വാസികളും ഉണ്ടായിരുന്നു. കനാര്യരായിട്ട് പണിക്കാരും അവരോടുകൂടെ ചേർന്ന് പ്രവർത്തിച്ചു. ജാതി രാജാവായ ഹീറാം മരവും കല്ലും പണിക്ക് വേണ്ടിയുള്ള പ്രിയപ്പെട്ടവരെ ഒരുക്കി. അവിടെ അവരോടുകൂടെ ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു പേര് ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, ഗേബാല്യരും ആലയ പണിക്കായി മരവും കല്ലും ചെത്തി ഒരുക്കി. നാലാമത്തെ ഒരു സത്യം നാം കാണുന്നത്, ഈ ഗേബാൽ എന്ന പേരിൻ്റെ അർത്ഥം, അതും നമുക്കൊരു ആത്മീയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഗേബാൽ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സെറ്റ് ബൗണ്ടറീസ്, അതിർത്തികൾ വേർതിരിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മളെ സൂചിപ്പിക്കുന്ന എന്താണ്? ദൈവവചന പ്രകാരം ജീവിക്കുന്നൊരു കൂട്ടമാണ് നമ്മൾ. അത് പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു കൂട്ടം. വേർപാടും വിശുദ്ധിയും അത് ആക്ഷരികമായിട്ട് പാലിക്കുക. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആക്ഷരികം എന്ന് പറയും. ഇപ്പം നമ്മുടെ കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴ് ശുശ്രൂഷ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്തൃമേശ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന സത്യമാണ്. തിരുവത്താഴ് ശുശ്രൂഷയാണ് നാം ആചരിക്കുന്നത്. അത് ആക്ഷരികമായിട്ട് നമ്മൾ ആചരിക്കുന്നില്ല. എന്താ കാരണം? അങ്ങനെയാണെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം വെക്കണം. 11 കപ്പിൽ നിന്ന് 1 കപ്പ് പോലും എക്സ്ട്രാ വരരുത്. നമ്മൾ അതിൻ്റെ മാതൃക പ്രകാരമാണ് ആചരിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ വാക്കുകൾ, നമ്മൾ നല്ല നിർമ്മല ഹൃദയത്തോടു കൂടിയാണ് വാക്കുകൾ ഉച്ചരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇപ്പം ഞാൻ തന്നെ മലയാളം ഞാൻ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ എനിക്ക് നന്നായിട്ട് അറിയാം, അസ്ഥാനത്തായി പോകുന്നു. എന്നാലും ഭയക്കൂടാതെ ശങ്ക കൂടാതെ ഞാനങ്ങ് പറയുക. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറില്ല. പല തെറ്റുകൾ അങ്ങനെ അറിയാതെ തന്നെ ഞാൻ ചെയ്തു പോകുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം. ഈ കഴിഞ്ഞിടയ്ക്ക് ഈ കപ്പിൻ്റെ, ഇപ്പം നമുക്കറിയാമല്ലോ, ആഭരണവും കപ്പും വീണ്ടും വലിയ ചർച്ചാ വിഷയമായിരിക്കുക. ആഭരണം വേണോ വേണ്ടായോ, 1 കപ്പാണോ 10 കപ്പാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെന്റ് വന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് ഒരു കാര്യം അവരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് അന്ന് 1 കപ്പിൽ നിന്നാണോ കൊടുത്തത്, അതോ എത്ര കപ്പിൽ നിന്നാണ്? കർത്താവ് അവർക്ക് പകർന്നു കൊടുത്തു എന്നല്ലേ പറയുന്നത്, അല്ലേ? അപ്പോൾ അത്രയും കപ്പേ ആകാവൂ. അല്ലെങ്കിൽ ആ കൂട്ടമായിട്ട് വേണം, അതിൻ്റെ ആ മൾട്ടിപ്പിൾസിൽ വേണം നമ്മുടെ കപ്പ്. അങ്ങനെയാണോ? നമ്മൾ ആചരിക്കുന്നത് കർത്താവ് കാണിച്ചു തന്ന മാതൃകയിൽ, ആ മാതൃകയിലാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു വില്ലേജിൽ ചെന്ന സമയത്ത് അന്ന് അവിടെ ഈ പറയുന്ന ഗ്രേപ്പ് ജ്യൂസ് ഇല്ലായിരുന്നു, അവിടെ ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഒരു അപ്പം, ഒരു ചപ്പാത്തി, ഒരു ഡ്രൈ ചപ്പാത്തി, അത് ചുട്ടുകൊണ്ടാണ് കൊണ്ടുവന്നത്. അത് വെച്ചാണ് ഞങ്ങൾ തിരുവത്താഴ് ശുശ്രൂഷ അനുഷ്ഠിച്ചത്. തെറ്റുണ്ടോ? പെപ്സി വെച്ച് അരച്ചിട്ടുണ്ട്. ഓക്കെ, മാതൃക പ്രകാരമുള്ള വിഷയമാണ്. അത്രയേ ഉള്ളൂ. വേറൊരു വ്യക്തിയുണ്ട് ഷിക്കാഗോയിൽ, നല്ലൊരു ദേവദാസനാണ്, ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അനിൽ യേശുദാസ് എന്ന് പറയും. അദ്ദേഹത്തെ കർത്താവ് ഷിക്കാഗോയിലാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ജോർജ് ഡേവിഡിൻ്റെ മകനാണ്, വലിയൊരു ദേവദാസൻ്റെ മകനാണ്. ഇദ്ദേഹം നല്ലൊരു ദേവദാസനാണ്. എന്നാൽ ഹി ഹാസ് ഗോൺ ഓവർബോർഡ്, അല്പം ഇച്ചിരി ഒരു എക്സെൻട്രിക് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അദ്ദേഹത്തെ ഷിക്കാഗോയിലാക്കിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ഈ രുദ്രാക്ഷം ധരിച്ച് കാവ്യവസ്ത്രവും ഇട്ടിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ 2 പ്രമുഖമായിട്ടുള്ള ഹിന്ദു ടെമ്പിൾസിൽ അദ്ദേഹത്തിന് കയറി ചെന്ന് ക്രിസ്തുഗാഥ അവിടെ പ്രസന്റ് ചെയ്യുവാനായിട്ടുള്ള അനുവാദമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ നമ്മൾ കടന്നു പോയാൽ തേങ്ങായും കരിക്ക് വെള്ളവുമാണ് അവർ വയ്ക്കുന്നത്. തേങ്ങായും കരിക്ക് വെള്ളം. അത് കർത്താവ് അംഗീകരിക്കുന്നു ഇല്ലയോ, ഞാൻ ഡിബേറ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള കൂട്ടമുണ്ട്. കർത്താവ് അവരുടെ ഹൃദയത്തെ അറിയുന്നു എന്ന് വിചാരിച്ച് നമ്മളത് ആചരിക്കാൻ പോകുന്നില്ല. ദൈവങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക, വി മസ്റ്റ് നോ അവർ ബൗണ്ടറീസ്. ഒരു കാലഘട്ടം ചിലപ്പോൾ വന്നേക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാ ആഴ്ചയിലും വന്നിട്ട് തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കണോ? മാസത്തിലൊരിക്കൽ പോരെ? അവരങ്ങനെ ചെയ്യുന്നു, ഇവരങ്ങനെ ചെയ്യുന്നു. ഇല്ല. ദൈവവചനം പഠിപ്പിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അപ്പം നുറുക്കുവാൻ വേണ്ടി കൂടി വന്നപ്പോൾ
അതിന് ഒരു മാറ്റവുമില്ല. ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ. ആവശ്യമില്ലാത്ത പ്രാക്ടീസിനെ നമ്മൾ ഡോക്ട്രിൻ ആക്കരുത്. അവിടെയാണ് നമ്മൾ ബൗണ്ടറി നമ്മൾ വയ്ക്കുന്നത്. മറ്റ് ഇണയില്ല പിണ നമ്മൾ കൂടുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുക, നമ്മുടെ വേർപാടും വിശുദ്ധിയും നമ്മൾ പാലിക്കുന്നത് ഉപദേശപരമായ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. 2 വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് വായിച്ച് ഞാൻ ഇരിക്കാം. ഒന്ന്, യോഹന്നാന്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15, 16, 17. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അതിനോടൊപ്പം ഒരു വാക്യം കൂടി വായിക്കട്ടെ. 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം. അല്ല, 2 കൊരിന്ത്യർ 6:17. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ടു സെറ്റ് ബൗണ്ടറീസ്. ദൈവമക്കളെ, നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിട്ടില്ല. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേർപാടും വിശുദ്ധിയും പാലിച്ച് നാം ആയിരിക്കണം. ഈ യാതൊരു പേരും പ്രശസ്തിയുമില്ലാത്ത ഈ കൂട്ടരയിൽ നിന്ന് ആത്മീയ പാഠം നമുക്ക് ലഭിക്കുന്നതെന്ന് ചിന്തിക്കുക. ഒന്ന്, അവർ കപ്പലിൻ്റെ അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടമായിരുന്നു. രണ്ടാമത്തേത്, മരവും കല്ലും ചെത്തി വെടിപ്പാക്കി അതൊരുക്കി ഒരു ശബ്ദവും കോലാഹലവും ഇല്ലാതെ ആലയപ്പണിക്ക് വേണ്ടി അത് ഒരുക്കുന്ന ഒരു കൂട്ടമായിരുന്നു. മൂന്നാമത്തേത്, അവർ പണിയുന്ന കാര്യത്തിൽ തറപ്പിച്ചും ഉറപ്പിച്ചും സ്ട്രെങ്തൺ ചെയ്തിട്ടാണ് ആ പണിയിൽ അവരായിരുന്നത്. നാലാമത്തേത്, അവരുടെ അതിർത്തി മനസ്സിലാക്കി അതിൽ നിന്നുകൊണ്ട് വേർപാടും വിശുദ്ധിയും പാലിച്ച് അവർ ആ പണിയിൽ ആയിരുന്നു. ഗബാലിയറിൽ നിന്ന് പഠിച്ച ആത്മീയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ തന്നെ പഠിച്ചു. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഈ ഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിച്ച സമയത്തും ധ്യാനിച്ച സമയത്തും എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള റഫ് എഡ്ജസ് കർത്താവ് കാണിച്ചു തന്നു. അത് ചെത്തി വെടിപ്പാക്കണം. അടിത്തട്ടിൽ ഒരു പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ അടിത്തട്ടിലുള്ള പണിയിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം തന്നെ വാർത്തെടുക്കണം. അത് മാത്രമല്ല, വേർപാടും വിശുദ്ധിയും പാലിച്ച് ഒരു ദൈവപകനായിട്ട് ഈ ഭൂമിയിലായിരിക്കുക. ഇത് സാക്ഷ്യം കാഴ്ചവെച്ച് പിന്നീട് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ജനങ്ങളത് കേൾക്കുവാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ കാതോർക്കും. അതല്ലാതെ ഞാൻ എത്ര കൂട്ടിഘോഷിച്ചാലും അതിന് യാതൊരു ഒരു മൂല്യവുമില്ല. ശൂന്യമായിട്ട് തന്നെ അത് പോകും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാനിത് പങ്കുവെക്കുമ്പോൾ എന്നെ കൂടി ചേർത്ത് പറയുകയാണ്. നമുക്ക് ഈ വിധത്തിൽ സമൂഹത്തിൽ ഒരു സാക്ഷ്യം കാഴ്ചവെച്ച് കർത്താവിനോട് ജീവിപ്പാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.